അവൻ്റെ സ്വഭാവമാണ്. ഹലോ ഫ്രണ്ട്സ്, ഫാമിലിയുടെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് കുറുത്തിക്കുടി വില്ലേജിലൂടെയാണ്. അപ്പോൾ നമുക്ക് കാണാം, ഇത് 9ാം പാർട്ടാണ്. അപ്പോൾ പ്രീവിയസ് എപ്പിസോഡ് കാണാൻ ദയവായി പ്രീവിയസ് എപ്പിസോഡ് കാണുന്ന അപേക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ആകുമ്പോഴത്തേക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലയോരം ഹൈവേയിലൂടെയാണ്. ആക്ച്വലി ഇത് മൂന്നാറിലേക്ക് വരാൻ പോകുന്ന ഒരു കിടക്കാച്ചി കാട്ടുപാതയാണ്, പൊളിയാണ്. അപ്പം നമ്മളിപ്പോൾ മാങ്കുളത്താണ്. മാങ്കുളത്തെ കുറുത്തിക്കുടി ട്രൈബൽസ് കോളനി ഭാഗത്താണ്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, കൊടുംവനം എന്ന് പറഞ്ഞാൽ കൊടുംവനം. ആ മലയുടെ വ്യൂ ഒരു രക്ഷയില്ല. അതിൻ്റെ അപ്പുറമൊക്കെ നമ്മുടെ അടിമാലി ഏരിയയാണ്, നല്ല പൊളിയാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു ജമണ്ടൻ കൊക്കയാണ്, അതുപോലെ അവിടെ ആൾതാമസമുള്ള ഏരിയയുമാണ്. ഇത് നമ്മുടെ കുറുത്തിക്കുടി ട്രൈബൽസ് കോളനിയാണ് കേട്ടോ. അതിൻ്റെ മോണോ മുകളിലേക്ക് വന്നില്ല. അവനെ ഡയലോഗ് കണ്ടപ്പോ മുകളിലേക്ക് ഒരു ഓർത്തേച്ചി. അവൻ്റെ ഏരിയ കയറി കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവമാണ്. ഒരു ബിസ്ക്കറ്റ് കൂടെ തോന്നി, അവന് സ്നേഹവും പോയി. അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. എൻ്റെ അമ്മ, ഇതിൻ്റെ അപ്പുറം നമ്മുടെ അടിമാലി ഉണ്ടല്ലോ. അടിമാലി ഏരിയ ആണ്. അടിമാലി നോക്കുമ്പോൾ ഈ മല കാണാവില്ലല്ലേ? ഇത് മാങ്കുളം കയറി ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം വരെ ഞങ്ങൾ താമസമുള്ള മഴക്കാലത്ത് ആലോചിച്ച് നോക്കി, ആ വെള്ളം വന്നേമ്പത്തേക്കും മൊത്തം ആ വീട്ടിലേക്ക് കയറുന്നു. ആ ഇപ്പൊ കറക്റ്റാ പെരുമങ്കുത്ത് പാലത്തേലേക്കല്ലേ? നേരെ നമ്പറുണ്ട്. അവിടെ അത്ര ഡേഞ്ചർ ഒന്നും വേണ്ടിപ്പോ. കോളനി വരെയാണോ വന്നുള്ളൂ? കോളനി വരെയാണോ വന്നുള്ളൂ? വേണോ കേട്ടോ? ആ ആനക്കുളം പോയിട്ട് വരൂ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് കുറുത്തിക്കുടി ട്രൈബൽസ് കോളനിയിലൂടെയാണ്. ആക്ച്വലി ഇവിടെ ബിൽഡിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ശരിക്കും കുടുംബനത്തിനകത്താണ്. ആക്ച്വലി ഇവിടെ ജോലി വെച്ചിട്ടുണ്ടെങ്കിൽ തേൻ ശേഖരിക്കുക, അതുപോലെ തന്നെ കൃഷി, മീൻപിടുത്തമൊക്കെയാണ്. എന്തായാലും ഇവിടെ കറണ്ടുള്ള ഏരിയ ആണ് കേട്ടോ. കുടുംബനത്തിനകത്ത് ഉള്ളൊരു കിടിലൻ ട്രൈബൽസ് കോളനിയാണ്, നല്ല പൊളിയാണ്. റോഡ് കോൺക്രീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സ്മൂത്താണ്. അപ്പോൾ നമുക്ക് ഇതിൽ പോകുമ്പോൾ തന്നെ കുറച്ച് ട്രൈബൽസിനെയൊക്കെ കാണാൻ പറ്റും. ആക്ച്വലി നമ്മൾ അവരുടെ ഫേസ് ഒന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. റൈറ്റ് സൈഡിൽ തന്നെ കണ്ട ട്രൈബൽസ് നിൽക്കുന്നത്. അവരുടെ വീടൊക്കെ പൊളിയാണ്. ഇവിടുത്തെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളുള്ളത് കൊണ്ട് കൃഷിയൊക്കെ നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. കാട്ടൊന്നും ശല്യമുള്ളതാണ്. ഈ കാടിനകത്ത് ഇല്ലാത്ത മൃഗങ്ങളില്ല, എല്ലാ വൈൽഡ് ആനിമൽസ് ഉള്ള കാട് തന്നെയാണ്, പൊളിയാണ് ഉണ്ടാവും. പക്ഷേ അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് മാങ്കുളമാണ്. മാങ്കുളത്തെ ഇടുക്കി ജില്ലയിൽ വരുന്ന ട്രൈബൽസ് കോളനി. ആക്ച്വലി റോഡിൻ്റെ വരുന്നത് മലയോരം ഹൈവേ, നമ്മുടെ മൂന്നാറിലേക്ക് വരാൻ പോകുന്ന പുതിയ റോഡാണ്. ആക്ച്വലി പണ്ടത്തെ റോഡ് തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും ഓപ്പണായി. ഇതിന് എത്ര നാൾ ഓപ്പൺ ആകുമെന്നുള്ളത് അറിയത്തില്ല. നേരത്തെ നമുക്ക് ഇതിലൂടെ ട്രാവൽ ചെയ്യാൻ പാടില്ലായിരുന്നു. ട്രൈബൽസിന് മാത്രമേ ഇതിലൂടെ പോകാൻ പാടുണ്ടാവുള്ളൂ, പിന്നെ മാമകണ്ഠം ആൾക്കാർക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള കൃഷിയൊക്കെ കാണാൻ പറ്റും.
എൻ്റെ അമ്മ ഒരു രക്ഷയില്ലട്ടോ. ഈ ക്യാമറയെ കാണുന്ന പോലെ അല്ല, നേരെ കാണാൻ വേറെ 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 ലെവലാണ്. അപ്പോൾ നമുക്ക് കാഴ്ചയിൽ കാണാം. ഫ്രണ്ട്സ്, ഒരു രക്ഷയില്ല. പൊളി എന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി ഇവിടെ അങ്കമാടിയൊക്കെ ഉണ്ട്. ട്രൈബൽസ് പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഗവൺമെൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നല്ല രസമുണ്ട് അവിടുത്തെ വീട് കാണാനായിട്ട്. നല്ല പൊളി എന്ന് പറഞ്ഞാൽ പൊളി. പിന്നെ കൊടുംവനമാണ്. അതുകൊണ്ട് ഇവിടെ നൈറ്റ് വരെയൊക്കെ സമ്മതിക്കണം. പിന്നെ മഴ സമയത്ത് ഇവരെങ്ങനെയാണ് അതിജീവിക്കണം എന്നുള്ളത് കണ്ടറിയാൻ പറ്റും. കാരണം എവിടെ നിന്നൊക്കെയാണ് വെള്ളം വന്നെന്ന് യാതൊരു ഐഡിയയും കിട്ടത്തില്ല. നമ്മ വന്നത് വേനൽ സമയമായതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ അരുവികളും വാട്ടർഫോളൊക്കെ പറ്റി കിടപ്പുണ്ട്. ഇപ്പം മഴ സമയത്ത് തന്നെ ഇവിടെ ഒത്തിരി അരുവികൾ ലൈവായിട്ടുണ്ടാകും. പിന്നെ റൈറ്റ് സൈഡിലൊക്കെ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള വാഴക്കൃഷിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളിയല്ലേ. പിന്നെ റോഡിപ്പോൾ നല്ല കണ്ടീഷനാണ്. കോൺക്രീറ്റ് റോഡാണ്. ആക്ച്വലി നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് മാങ്കുളം ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയാണ്. ഇനി കുറച്ചും കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ പണ്ടത്തെ രാജപാതയിലോട്ട് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ ആ കാഴ്ച നമ്മുടെ ചാനലിലൂടെ തന്നെ ഉണ്ടാവും. സ്റ്റേറ്റും എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഈ വഴി നമ്മുടെ നേര്യമംഗലം അടിമാലി വഴി പോകുന്നത് ഒന്നുമല്ല ഈ റോഡ് ചുമതി. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. അപ്പോൾ രാജപാതയും കൂടി ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളം പൊളിക്കും. എറണാകുളവും നമ്മുടെ ഇടുക്കി ജില്ലയും പൊളിക്കും. അടിപൊളിയായിരിക്കും. എന്തായാലും എൻ്റെ പൊന്നുമച്ചന്മാരെ ഒരു രക്ഷയില്ല. അപ്പം നമ്മുടെ ഈ 9ാം പാർട്ട് പിടിച്ച് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗോട്ട് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച്.